ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. അനേക വർഷങ്ങൾ ഒരു പള്ളിയിലെ അച്ഛനായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം കർത്താവ് തിരഞ്ഞെടുത്ത് ഇന്നൊരു പാസ്റ്ററാക്കി തീർത്തിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ്റെ ജീവിതാനുഭവമാണ്. ആ ജീവിതാനുഭവം ഷെയർ ചെയ്യുന്നതിന് ദൈവദാസനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് ജോയ്സ് ടി വിയിൽ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. കർത്താവിൻ്റെ ദാസനെ സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിരിക്കുന്നു, ദൈവത്തിന്റെ കൃപയാൽ. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ എന്നുള്ളൊരു സാക്ഷ്യമുണ്ടെന്ന് കർത്താവിൽ മനസ്സിലാക്കുന്നു. അത് ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഹല്ലേലൂയ വചനവും കർത്താവേ, ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനെ നടത്തിയ വിധങ്ങളും സംസാരിപ്പാൻ കർത്താവ് സഹായിച്ചാട്ട് കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ. കർത്താവിൻ്റെ ദാസനെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. എന്റെ പേര് ബഹനാനൈക്കര കുടിയിൽ. കേൾക്കുന്നുണ്ട്? ഞാൻ എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിനടുത്ത് വെങ്ങോല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. തികച്ചും ഒരു യാഥാസ്ഥിതിക യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ബാല്യം മുതലേ ദൈവാശ്രയത്തിൽ വളരുവാനിടയായി. അങ്ങനെ പള്ളി ആരാധനകള്, സൺഡേ സ്കൂള്, അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുവാൻ ഇടയായി തീർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന വേളയില് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച, ഒരു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുവാനിടയായി. സംസാരശേഷിയും നഷ്ടമായി കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ പിതാവ് അങ്കമാലിയിലുള്ളതായിരിക്കുന്ന എല്ലാ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുവാനിടയായി. നീണ്ട 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. എന്നെ ചികിത്സിച്ചതായിരിക്കുന്ന ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ച ഒരു കാര്യം, എന്താണ് എൻ്റെ രോഗം? എൻ്റെ രോഗത്തിന് ഈ 2 മാസത്തെ ചികിത്സ കൊണ്ട് യാതൊരു കുറവും വരുന്നില്ല, കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നെ ചികിത്സിച്ചതായിരിക്കുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഈപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് നിനക്കുള്ളത്. അതുകൊണ്ട് മെഡിക്കൽ സയൻസിൽ ഈ രോഗത്തിന് ഒരു പ്രത്യേകിച്ച് പേര് പറയാനില്ല. ദൈവത്തോട് നീ പ്രാർത്ഥിക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നു. ഡോക്ടർ ജോണിനെ കാണുവാനിടയായി. അദ്ദേഹം അവിടുത്തെ പ്രൊഫസറും ന്യൂറോളജിസ്റ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവിനോട് അദ്ദേഹം പറഞ്ഞത്, ഇതിന് പ്രത്യേകിച്ച് ഒരു റിക്കവർ കിട്ടുമെന്ന്, പൂർണ്ണമായ വിടുതൽ കിട്ടുമെന്ന് പറയുവാൻ കഴിയുകയില്ല. ഒരു പരീക്ഷണം എന്ന നിലയിൽ തലച്ചോറിനൊരു ഓപ്പറേഷൻ നടത്തി നോക്കാം എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് നിശ്ചയിക്കുവാനിടയായി. സാധാരണയിൽ പതിവിന് വിപരീതമായിട്ട് എൻ്റെ ഓപ്പറേഷൻ നടത്താൻ നിശ്ചയിച്ചിരുന്നതായിരിക്കുന്ന ആ ദിവസം പല ഡോക്ടേഴ്സ് കടന്നു വന്ന് എന്നെ വീണ്ടും അവര് മാറി മാറി പരിശോധിക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസം അവർ കാണുവാനിടയായി. അപ്പോൾ ആ ദിനങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിളില് വായിച്ച് കേട്ടിട്ടുണ്ട്, കുരുടർക്ക് സൗഖ്യം നൽകിയ, മുടന്തരെ എഴുന്നേൽപ്പിച്ചവനായ ആ ദൈവത്തെ കുറിച്ച്. പക്ഷേ ഞങ്ങൾ യാക്കോബായക്കാരായിരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളർന്നതായിരിക്കുന്ന പഞ്ചായത്തില് യാക്കോബായക്കാരല്ലാതെ വേറൊരു ക്രിസ്ത്യൻ വിഭാഗമേ ഇല്ല. ബഹുഭൂരിപക്ഷം ജനവും യാക്കോബായക്കാരാണ് പഞ്ചായത്തില്. അപ്പോൾ ഈ സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവങ്ങളോ കേട്ട് ഒരു പരിചയമോ ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവമൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഈ ഡോക്ടർ പറഞ്ഞതായിരിക്കുന്ന കാര്യം കേട്ടപ്പോൾ മരണമാണല്ലോ എൻ്റെ മുമ്പിൽ എന്ന് എനിക്ക് ബോധ്യമായി.
അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ പാരലൈസ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഊമനായും ചെകിടനായും ഒക്കെ തീരാൻ സാധ്യതയുണ്ട് എന്നും അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടായി. ഊമനായും ചെകിടനായും പാരലൈസ് ചെയ്തും ഒക്കെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭാരമായി തീരും. ആ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. ആ ഒരു തിരിച്ചറിവ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മരിക്കുന്നെങ്കിൽ ആത്മാവ് ദൈവസന്നിധിയിലെത്തണം, അല്ല എങ്കിൽ പൂർണ്ണമായ സൗഖ്യം ലഭിക്കണം. അങ്ങനെ ആ പ്രാർത്ഥന 1-2 ദിവസം മുമ്പോട്ട് പോകുവാനിടയായി. ആ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, നിന്റെ ഓപ്പറേഷൻ ഇപ്പോൾ നടത്തുന്നില്ല, 1-2 ദിവസത്തിന് ശേഷം ഒബ്സർവേഷൻ നടത്തിയിട്ട് നിന്റെ ഭാവി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുവാനിടയായി. അങ്ങനെ 1-2 ദിവസം ഞാൻ ഒബ്സർവേഷനിലായിരുന്നു. അതിനുശേഷം ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ എനിക്ക് വളരെ വ്യത്യാസം കാണുവാൻ ഇടയായി. ദൈവം പ്രാർത്ഥന കേട്ടു. ഞാൻ ആ സമയത്ത് ഇങ്ങനെ തീരുമാനമെടുത്തിരുന്നു, പൂർണ്ണമായ സൗഖ്യം ലഭിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന്. അതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് പൂർണ്ണമായ ഒരു സൗഖ്യം എനിക്ക് ലഭിച്ചു. പിന്നീട് ആ രോഗത്തിന് വേണ്ടി യാതൊരു മരുന്നും ചെയ്യുവാനിടയായില്ല. എൻ്റെ നാട്ടുകാര്, എൻ്റെ ഇടവക്കാർ, എൻ്റെ കുടുംബത്തിലെ വൈദികന്മാരൊക്കെ എൻ്റെ ഒരു ഡെഡ് ബോഡിയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എൻ്റെ നാട്ടിലെല്ലാം പ്രസിദ്ധമാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡെഡ് ബോഡി പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് പൂർണ്ണ സൗഖ്യമുള്ളവനായി ഞാൻ ഭവനത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നതായിരിക്കുന്ന തീരുമാനം ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ വൈദികന്മാരുമായിട്ട് ആലോചിച്ച് ഞാൻ സെമിനാരിയിൽ ചേരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവമായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നത്. സെമിനാരി പഠനം പൂർത്തീകരിച്ച് ഞാൻ 1975 ഒരു ഡീക്കനായി തീർന്നു. അതിനുശേഷം ഞാൻ മെത്രാപ്പോലീത്തായുടെ കൂടെ അരമനയിൽ തന്നെ ആയിരുന്നു. 1977 ആദ്യം ഞാൻ പൂർണ്ണ വൈദികനായി പട്ടമേൽക്കുവാൻ ഇടയായി തീർന്നു. കോതമംഗലത്ത് ഇന്നത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ അന്ന് തോമസ് മാർ ദിവന്നാസോസ് മെത്രാപ്പോലീത്തായുടെ അരമനയിൽ താമസിച്ചുകൊണ്ട് അതിനടുത്തുള്ളതായിരിക്കുന്ന 2 പള്ളികളുടെ വികാരിയായി സഹവികാരിയായും വൈദിക ജീവിതത്തിൻ്റെ ആ പ്രവർത്തനം ആരംഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ മുൻപോട്ട് പോകുന്നതായിരിക്കുന്ന കാലയളവിൽ ചില കൂട്ടായ്മകളുമായിട്ട്, യാക്കോബായ സമുദായത്തിലുള്ളതായിരിക്കുന്ന ചില കൂട്ടായ്മകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ മുമ്പോട്ട് പോയി 1979 ഞാൻ ന്യൂഡൽഹി യാക്കോബായ പള്ളിയുടെ വികാരിയായി ചുമതലയേൽക്കുവാനിടയായി. 1982 അവസാനം ഞാൻ കേരളത്തിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം കുന്നംകുളം സിംഹാസന പള്ളിയിൽ ചില കാലങ്ങൾ ഞാൻ വികാരിയായി പ്രവർത്തിപ്പാനിടയായി. തുടർന്ന് കൂത്താട്ടുകുളത്തിനടുത്തുള്ളതായിരിക്കുന്ന കാക്കൂർ സെന്റ് മേരീസ് പള്ളി, അന്ന് മിനിസ്റ്റർ ആയിരുന്ന TN ജേക്കബിന്റെ ഇടവപ്പള്ളിയാണത്. അദ്ദേഹത്തിന്റെ മകനും പിന്നീട് മിനിസ്റ്റർ ആകുവാനിടയായി, അനൂപ് ജേക്കബ്. അവരുടെ ഇടവപ്പള്ളിയുടെ വികാരിയായിട്ട് 4 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിപ്പാൻ എനിക്ക് ഇടയായി. അതോടനുബന്ധിച്ച് ഒരു മെത്രാച്ചന്റെ അരമനയുടെ ചുമതലയും വഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്നതായിരിക്കുന്ന കാലയളവിൽ 1984 മെയ് മാസം 20-ാം തീയതി ഒരു ശനിയാഴ്ചയായിരുന്നു എന്നെൻ്റെ ഓർമ്മ. അന്ന് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ളതായിരിക്കുന്ന കോലഞ്ചേരിക്കുള്ളതായിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോകുന്നതായിരിക്കുന്ന അവസരത്തിൽ വളരെ പ്രശസ്തനായിരിക്കുന്ന പ്രൊഫസർ MY യോഹന്നാൻ സാറിൻ്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മീറ്റിങ്ങിന്, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നവരെല്ലാം യാക്കോബായ ഓർത്തഡോക്സ് സമുദായങ്ങൾ മുടക്കിയിരുന്നു. അതുകൊണ്ട് മുടക്കപ്പെട്ടവരുടേതായിരിക്കുന്ന മീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ചു ദൂരം
ഞാൻ മുൻപോട്ട് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ എന്നെ ആരോ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ശബ്ദം ഞാൻ കേട്ടു. അവിടെയൊക്കെ എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലങ്ങളാണ്. അതിനടുത്തുള്ളതായിരിക്കുന്ന പള്ളികളിലെല്ലാം ഞാൻ കുർബാന അർപ്പിച്ചിട്ടുണ്ട്, മറ്റ് ശുശ്രൂഷകളൊക്കെ ചെയ്യാനിടയായിട്ടുണ്ട്. അപ്പോൾ പരിചയക്കാരോ കണ്ടിട്ട് വിളിച്ചതാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യത്തിൽ ഞാൻ സ്കൂട്ടർ നിർത്തുമ്പോൾ എന്നെ ആരും വിളിച്ചില്ല എന്ന് എനിക്ക് ബോധ്യമായി. മുമ്പോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ കാതിൽ ഒരു ശബ്ദം കേട്ടു, ഇനി മുൻപോട്ട് യാത്ര ചെയ്യരുത്, നീ മടങ്ങിപ്പോകുക. ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം. ഞാൻ സ്കൂട്ടർ തിരിച്ചെടുത്തു, ഞാൻ പുറകിലേക്ക് യാത്ര ആരംഭിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ MY യോഹന്നാൻ സാറിന്റെ വീട്ടിലേക്കുള്ളതായിരിക്കുന്ന വഴിയോരത്ത് അവരുടെ വീട്ടിൽ നിന്ന് നല്ല ആരാധനയുടെ ശബ്ദമൊക്കെ കേൾക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ആ ആരാധനയുടെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്നൊരു ആഗ്രഹം. പക്ഷെ യാക്കോബായിൽ അറിയപ്പെടുന്നതായിരിക്കുന്ന ഒരു കുടുംബത്തിലെ വൈദികന്മാരിൽ ഒരാളായിരിക്കുന്ന ഞാന്, അതുമല്ല ഒരു മെത്രാപ്പോലീത്തായുടെ അരമനയുടെ ചുമതല വഹിക്കുന്നതായിരിക്കുന്ന ഞാന്, അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായിരിക്കുന്ന പ്രതികൂലങ്ങൾ എന്താണ് എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ശക്തമായിരിക്കുന്ന ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിൽ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ നിൽക്കണമിടയായി. അവരുടെ ആരാധനയ്ക്ക് ശേഷം ഒരു കർത്തൃദാസൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനിടയായി. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ ബോട്ടണി പ്രൊഫസറായിരുന്ന CM മാത്യു സാറായിരുന്നു അന്ന് വചനം ശുശ്രൂഷിച്ചത്. ആ വചന ശുശ്രൂഷ ക്രൂശീകരണത്തെ കുറിച്ചായിരുന്നു. ഞാൻ പല വർഷങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണവും അടക്കവും പുനരുത്ഥാനവും ഒക്കെ നടത്തുന്നതായിരിക്കും ആ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ക്രൂശീകരണത്തെ കുറിച്ചുള്ള ഇത്ര ആഴമായിരിക്കുന്ന ഒരു മെസ്സേജ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ ക്രൂശീകരണത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ആഴമായ ഒരു പാപബോധം എന്നിലെ ഉളവാകുവാനിടയായി. ആഴമായ ആ പാപബോധത്തിൽ ഞാൻ ദൈവസന്നിധിയിലെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പ്രേരണ കിട്ടി. എഴുന്നേറ്റ് നിന്ന് കരം ഉയർത്തി യേശുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിപ്പാൻ. ആരും പറഞ്ഞിരുന്നില്ല, ആരും ആവശ്യപ്പെട്ടതുമില്ല. ആമേൻ. ദൈവദാസന്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈദികന്റെ പൂർണ്ണ വേഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് നിന്നു. ഉയരങ്ങളിലേക്ക് എൻ്റെ വലതുകരം ഉയർത്തിയിട്ട് ദൈവത്തോട്, കർത്താവിനോട് എങ്ങനെ പറഞ്ഞു, കർത്താവേ, നീ എനിക്കായി മരിച്ചു, ഞാൻ നിനക്കായി ജീവിക്കും. അതോടുകൂടെ ആ സമർപ്പണത്തോടുകൂടെ എൻ്റെ ഹൃദയത്തിന് ആഴമായിരിക്കുന്ന ദൈവിക സമാധാനവും പാപങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന മോചനം ലഭിച്ചു എന്നുള്ളതായിരിക്കുന്ന ബോധ്യം എനിക്ക് ലഭിച്ചു. കുംഭസാരം എന്നതായിരിക്കുന്ന കൂദാശയിലൂടെ പാപമോചനം ഉണ്ട് എന്ന് അന്ന് വരെ അന്ധമായി ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു വൈദികനാണ്. 100 കണക്കിന് ആൾക്കാരെ ഞാൻ കുംഭസാരിപ്പിച്ചിട്ടുണ്ട്. കാരണം 14 കൊല്ലം വൈദികനായി പ്രവർത്തിക്കുമ്പോൾ എല്ലാ വർഷവും ആണ്ട് കുംഭസാരങ്ങൾ യാക്കോബായ സമുദായത്തിൽ നടക്കും. അപ്പൊ ആ കുംഭസാരം കേൾക്കുകയും ആ കുംഭസാരത്തിലൂടെ പാപമോചനം നൽകുകയും ചെയ്തിരുന്നായിരിക്കുന്ന വൈദികനായിരുന്ന എനിക്ക് ദൈവവചന കേൾവിയിൽ ആഴമായ പാപബോധമുണ്ടായി. ആ പാപത്തെക്കുറിച്ച് അനുദപിച്ച് കണ്ണീരോടുകൂടെ പറഞ്ഞ് ദൈവസന്നിധിയിലെ സമർപ്പിക്കുമ്പോൾ ലഭിച്ചതായിരിക്കുന്ന ആ വലിയ ദൈവിക സമാധാനവും ആശ്വാസവും എത്രയെന്ന് പറയാൻ കഴിയത്തില്ല. അതിനുശേഷം ആ മീറ്റിംഗ് അവസാനിക്കും മുമ്പ് അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോകുവാനിടയായി. ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുന്നതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ആത്മീയ അനുഭവം. ഞാൻ നിരന്തരമായ സിഗരറ്റ് വലിക്കുന്ന എന്ന് പറഞ്ഞാല് ആരും തന്നെ അറിയത്തില്ല, പക്ഷെ ഞാൻ നന്നായി സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായത് ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ മന്ദിരം ദൈവത്തിൻ്റെതായതുകൊണ്ട് പാപ സ്വഭാവങ്ങളിൽ പെട്ടതായിരിക്കുന്ന അത് എന്നേക്കുമായി ഉപേക്ഷിക്കാനുള്ള ഒരു പ്രേരണ കിട്ടി. എൻ്റെ നീളൻ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന സിഗരറ്റ് പാക്കറ്റുകളൊക്കെ എടുത്തു കളഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് ദൈവത്തിന്റെ വചനം ഞാൻ വളരെ ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങി.
അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവത്തിൽ ചില കാലങ്ങൾ മുൻപോട്ട് പോയി. ഞാൻ പറഞ്ഞതുപോലെ ഒരു പള്ളിയുടെ വികാരി, മറ്റൊരു പള്ളിയുടെ സഹവികാരി, ഒരു മെത്രാപ്പോലീത്തായുടെ അരമനയുടെ ഒരു ചെറിയ ചുമതലയുണ്ട്. അപ്പോ എനിക്ക് അങ്ങനെ സമയം ലഭിക്കത്തില്ല ഈ കൂട്ടായ്മയിൽ പോകുവാനോ പങ്കെടുക്കുവാനോ. എംവൈഒ സാറ്, CM മാത്യു സാറൊക്കെ അന്ന് വിടുതൽ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നതായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവര് മറ്റുള്ളവരുമായി ഒരു ബന്ധവുമില്ലാത്ത നിലയിൽ പോകും. ഞാൻ വല്ലപ്പോഴും ഒക്കെ എനിക്ക് ലഭിക്കുന്നതായിരിക്കുന്ന അവസരം അവരുടെ മീറ്റിങ്ങിൽ പോയി പങ്കെടുക്കും. അവരാരും എന്നോട് സംസാരിക്കാറില്ല. പക്ഷെ വചനം കേൾക്കാനുള്ള ആർത്തിയും അതോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 1 വർഷം കഴിയുമ്പോഴാണ് അവരെന്നെ പരിചയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആ കാലയളവിൽ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ആരാധനകള്, പള്ളിയിലെ ശുശ്രൂഷകളെല്ലാം പലതും ദൈവവചന പ്രകാരം തെറ്റാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. എന്റെ ബാല്യം മുതല് യാക്കോബായ സമുദായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ഒന്നുകിലും മറിയത്തോട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഗീവറി ശൂന്യാളച്ചനോട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ കോതമംഗലത്ത് ബാവായോട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പരിമല തിരുമേനിയെ വിളിച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഓമല്ലൂർ ബാവായെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇതാണ് അക്കാലങ്ങളിലെ ഒരു സാധാരണ യാക്കോബായക്കാര് ചെയ്യുന്നതായിരിക്കുന്ന രീതി. എന്നാൽ എന്തോ ബാല്യം മുതലേ ഞാന് ഒരു മധ്യസ്ഥനിലും വ്യക്തിപരമായി ഒരിക്കലും ഞാൻ അഭയം പ്രാപിച്ചിരുന്നില്ല. ഒരിക്കൽ പോലും ഞാൻ മധ്യസ്ഥന്മാരുടെ മധ്യസ്ഥത തേടിയിട്ടുമില്ല വ്യക്തിപരമായിട്ട്. എന്നാൽ വൈദികൻ എന്ന നിലയിൽ പള്ളിയിൽ ചെല്ലുമ്പോൾ പെരുന്നാളുകൾ നടത്തണം, മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തണം, അതൊക്കെ ഞാൻ നടത്തി കൊടുക്കും. എന്നാൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് ദൈവം ചെയ്തതായിരിക്കുന്ന ഒരു കൃപയാണ്, കരുണയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ആരാധനകളെല്ലാം തെറ്റാണ്, പലതും തെറ്റാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം എനിക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പള്ളികളില് ചെറിയ ചെറിയ പ്രസംഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ വീണ്ടും ജനനത്തെ കുറിച്ച് പറയും. ആ സമയത്തെല്ലാം യേശു കർത്താവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയും. ഇതൊക്കെ സമുദായത്തിൽ പള്ളികളിൽ വിമർശനത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഒരു സംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 5 വൈദികന്മാരുണ്ട്. എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ 3 പേരുണ്ട്, വേറെ 2 വൈദികന്മാരുണ്ട്. ആ സംസ്കാര ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. ഞാനാണ് പ്രസംഗിച്ചത്. സാധാരണഗതിയിൽ ഒരു 10 മിനിറ്റ് ഒക്കെയാണ് പ്രസംഗിക്കുക. എന്നാൽ അന്ന് ആ മെസ്സേജ് ഒരു സ്വല്പം നീണ്ടുപോയി. ഇന്നത്തെ MP ആയിരിക്കുന്ന ബെന്നി ബെഹനാൻ എൻ്റെ കസിന്റെ മകനാണ്. അദ്ദേഹം ഞാൻ ഏകദേശം ഒരേ പ്രായക്കാരാണ്. ഒരാളെ എടുത്ത് പറഞ്ഞതിൽ ക്ഷമിക്കുക. അദ്ദേഹവും അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട അദ്ദേഹത്തിന്റെ പിതാവ് സഹോദരന്മാരും എല്ലാം ആ മീറ്റിംഗ് എല്ലാ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് ഞാൻ വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞു. മരണശേഷം നടത്തുന്നതായിരിക്കുന്ന യാതൊരു കുർബാനകൾ കൊണ്ടോ ശേഷക്രിയകൾ കൊണ്ടോ ഈ മരിച്ചുപോയതായിരിക്കുന്ന വ്യക്തിക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണം, വീണ്ടും ജനനം പ്രാപിക്കണം. അതിശക്തമായി ദൈവാത്മ നിയോഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ ഡെഡ് ബോഡി പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ പള്ളിയകത്ത് വെക്കും. പള്ളിയകത്ത് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാര് പള്ളിമേടയിലേക്ക് പോയി അല്പസമയ വിശ്രമത്തിന് ശേഷം വന്നിട്ടാണ് സാധാരണഗതിയിൽ അക്കാലങ്ങളിൽ ആ സംസ്കാര ശുശ്രൂഷ തുടർന്ന് നടത്തുന്നത്. ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ജനം വല്ലാതെ പുരുകുറുക്കാൻ തുടങ്ങി, ഒച്ച വെക്കുവാൻ തുടങ്ങി. പള്ളിമേടയിലെത്തി അച്ഛന്മാര് പള്ളിമുറിയിൽ കയറി. എൻ്റെ കുടുംബത്തിലെ വൈദികൻ, ഞങ്ങളുടെ പള്ളിയുടെ വികാരി, എൻ്റെ വല്യപ്പച്ചൻ ശക്തമായി വാതിൽ കൊട്ടിയടച്ചിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു. എന്നോട് ചോദിച്ചു, എടോ തനിക്ക് ഭ്രാന്താണോ? തനിക്ക് സുബോധം നഷ്ടപ്പെട്ടു? താൻ എന്തൊക്കെയാണ് പ്രസംഗിച്ചത്? എന്താണ് ഈ വീണ്ടും ജനനം? എന്താണ് ഈ മാനസാന്തരം? എടോ പിന്നെ എന്തിനാണ് വൈദികന്മാര്, പിന്നെ എന്തിനാണ് കുർബാന അർപ്പിക്കുന്നത്? അദ്ദേഹം വല്ലാതെ അലറി എൻ്റെ നേരെ കോപിച്ച് നിൽക്കുമ്പോൾ പുറത്തെ ജനം അവനെ ഇറക്കിവിട, അവന്റെ കുപ്പായ ഊരണം, അവനെ കൊന്നുകളയണം, ഇവൻ ആരാ വട്ടം കൊടുത്തത്? ഈ ചോദ്യങ്ങളെല്ലാം ഉയരുവാൻ തക്കവണ്ണം ഇടയായി. അപ്പൊ പള്ളിമുറി അടച്ചിട്ടിരിക്കുക. ഞങ്ങൾ 5 വൈദികന്മാരുണ്ട്, വേറെ 1-2 പേര് പള്ളിമുറിയിലുണ്ട്. അപ്പൊ കുറെ സമയം കഴിഞ്ഞപ്പോൾ
ഞാന് അച്ഛനാണ് എങ്കിലും വല്യപ്പനായതുകൊണ്ട് വല്യപ്പൻ എന്നാ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, വല്യപ്പച്ചൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ മൈക്കെടുത്ത് വെച്ച് ഞാൻ പരസ്യമായിട്ട് ക്ഷമ പറയാം. അല്ല, ഞാൻ പറഞ്ഞത് ദൈവവചന സത്യമാണ് എങ്കിൽ ആ സത്യം അംഗീകരിക്കുക തന്നെ വേണം എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായി. അത് ദൈവാത്മാവ് ഒരു നിയോഗം തന്നിട്ട് ഞാൻ പറഞ്ഞതായിരിക്കുന്ന കാര്യമാണ്. അപ്പോഴേ ജനത്തിന് ബോധ്യമായി ഞാന് സമുദായത്തിന്റെ ആചാര അനുഭവങ്ങളൊക്കെ വിട്ടിട്ടാണ് പോകുന്നതെന്ന് ജനത്തിന് ഏകദേശമൊക്കെ ബോധ്യമായി തുടങ്ങി. അങ്ങനെ കുറച്ച് നാളുകൾ മുമ്പോട്ട് പോകുവാനിടയായി. ഞാൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അത് രാത്രി കാലങ്ങളിലാണ് കൂടുതലും. ഒരു രാത്രിയിൽ തനിച്ചിരുന്ന് പള്ളിമേടയിൽ ഞാൻ വിവാഹം കഴിച്ച വൈദികനായിരുന്നില്ല, അവിവാഹിതനായിരുന്നു. ദേറാപ്പട്ടം എന്ന് പറയും. അപ്പോ ഞാൻ പള്ളിയിൽ തനിച്ചാണ്. രാത്രിയുടെ ചില യാമങ്ങൾ ദൈവസ്ഥാനിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദൈവശബ്ദം കേട്ടു. നീ എന്നെയല്ല ആരാധിക്കുന്നത്, നീ വിഗ്രഹത്തെ ആരാധിക്കുന്നു. ഞാൻ വെറുക്കുന്ന പാപം നിന്നിലുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. വീണ്ടും ആ ശബ്ദം കേട്ടു. അപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇല്ല ദൈവമേ, എൻ്റെ ബാല്യം മുതൽ ഞാൻ നിന്നെയാണ് ആരാധിക്കുന്നത്, ഞാൻ വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ തോന്നല് കത്തോലിക്കർക്കാണെങ്കിൽ വിഗ്രഹങ്ങളുണ്ട്, അതിനെ ആരാധിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്കാണെങ്കിൽ വിഗ്രഹങ്ങളുണ്ട്, അതിനെയാണ് അവർ പൂജിക്കുന്നത്. യാക്കോബായക്കാർക്ക് കുരിശല്ലാതെ ഒരു വിഗ്രഹവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ പിന്നീട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് ആദ്യമായി ഒരു ദർശനം നൽകി. അതിൽ ആദ്യമായി ഞാൻ കണ്ടത് കോതമംഗലത്ത് കബറിടമാണ്. പിന്നീട് ഞാൻ കാണുന്നത് കുന്നംകുളം സിംഹാസന പള്ളിയിൽ ഒരു ബാവായുടെ കബറിടമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പള്ളിയിലെ സഹവികാരിയായിരുന്നു. പിന്നീട് ഞാൻ കാണുന്നത്, ഞാൻ താമസിച്ച ഒരു ദേറാ പള്ളിയിൽ 5 കബറിടങ്ങൾ. ഇതിങ്ങനെ ദൈവം ഇങ്ങനെ ഒരു സ്ക്രീനിൽ എന്നവണ്ണം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, അതിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നതും അതിന് ധൂപം അർപ്പിക്കുന്നതും ഒക്കെ കാണിച്ചിട്ട് ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ വെറുക്കുന്ന പാപം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞാന് ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. എനിക്ക് ബോധ്യമായി ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ഒരു കബറിടങ്ങളിലും കുമ്പിടാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഒരു കബറിടങ്ങളിൽ നേർച്ച കാഴ്ച നടത്തിയിട്ടില്ല. പക്ഷേ വൈദികൻ എന്ന നിലയിൽ എനിക്കത് ചെയ്തേ മതിയാകും, പെരുന്നാളുകൾ നടത്തിയേ മതിയാകും. അപ്പോൾ ഇത് പാപമാണ് എന്ന്, ദൈവം ഒരുക്കുന്ന പാപം എന്നിലുണ്ട് എന്നും മാനസാന്തരപ്പെട്ടിട്ട് ഏതാണ്ട് 1.5 വർഷം കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാനിടയാ എനിക്ക് ദർശനം നൽകി തന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ ചിന്തിച്ചു. പള്ളിയിൽ ചെന്നാല് മിക്കവാറും ദിവസങ്ങളിൽ കുർബാന ഉണ്ടാവും. കുർബാന ആരംഭിക്കുന്നത് തന്നെ മറിയത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോ അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കബറിടങ്ങളിൽ പോയി ധൂപാർപ്പണം നടത്താതിരിക്കാൻ നിവൃത്തിയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എൻ്റെ വചനം എടുത്ത് വായിക്കാം. ഞാനങ്ങനെ വചനം എടുത്ത് വായിച്ചു. അപ്പോൾ യെശയ്യാ പ്രവചനം 42:8 വായിച്ചു വരുമ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും, എൻ്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല. ആ വചനം കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ദൈവം തൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല, തൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ കുർബാന മധ്യത്തില് മറിയത്തോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. പെരുന്നാൾ ദിവസങ്ങളിൽ പെരുന്നാൾ ആരുടെ നാമത്തിൽ നടത്തുന്നു, അദ്ദേഹത്തോടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകളിൽ അധിക ഭാഗവും ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ തന്നെയാണ്. കുർബാനയുടെ മധ്യത്തിലുള്ളതായിരിക്കുന്ന തുബ്ബേ, അത് പൂർണ്ണമായിട്ടും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇതെല്ലാം തെറ്റാണ് എന്നുള്ള ബോധ്യം. എന്ത് ചെയ്യണം എനിക്ക് നിശ്ചയമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ കുറച്ച് നാളുകൾ കൂടി എന്താ പറയാ, നമ്മുടെ മനസ്സിൽ നമുക്ക് വല്ലാത്ത കുറ്റബോധം, മാനസിക സംഘർഷം. തെറ്റാണ് എന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ടും ദർശനം നൽകിയിട്ടും അത് തുടർന്ന് പോകേണ്ടി വരുന്നതായിരിക്കുന്ന ആ മാനസിക സംഘടനം വലുതായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ ചെയ്യുകയാണ്. ഞങ്ങൾ ജനിച്ചു വളർന്നായിരിക്കുന്ന വെങ്ങോല പഞ്ചായത്തില് ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുമ്പോൾ
പൂർണ്ണമായിട്ടും ഒരു കുടുംബം മാത്രമേ വലിയൊരു പഞ്ചായത്തിൽ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളൂ. സ്നാനപ്പെട്ട 2-3 പേരെ മാത്രമേ എനിക്കന്ന് വരികയുള്ളൂ. എൻ്റെ അറിവ് പൂർണ്ണമായും ശരിയാണെന്നാണ് ഇന്നും എൻ്റെ ഉത്തമമായിരിക്കുന്ന ബോധ്യം. അപ്പോൾ ആ കുടുംബത്തെ പള്ളിയിൽ നിന്ന് മുടക്കിയിരുന്നു. അവരുടെ പിതാവിന്റെ ശവസംസ്കാരത്തിൽ അവരെ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിലെ ആ കുടുംബത്തിലെ ഒരു സഹോദരൻ, ബേബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് എൻ്റെ അനുഭവങ്ങൾ പറയുവാനിടയായി. അങ്ങനെ അദ്ദേഹം എനിക്ക് വായിക്കുവാൻ വേണ്ടി ഒരു പുസ്തകം നൽകുവാനിടയായി. ഞാൻ ആ പുസ്തകം വായിച്ചു, പല പ്രാവശ്യം വായിച്ചു, ദൈവസന്നിധിയിലിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ മുൻപോട്ട് പോകുന്നതായിരിക്കുന്ന അവസരത്തിൽ ഞാൻ എബ്രായ ലേഖനം വായിച്ചുകൊണ്ടേയിരുന്നു. ആ എബ്രായ ലേഖനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലെ 10-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ, അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ഞാൻ ഇനി ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗം അവശേഷിക്കുന്നില്ല. പാപങ്ങൾക്ക് വേണ്ടി യാഗം ആവശ്യമില്ല എങ്കിൽ യാഗവീടവും ദൈവാലയവും യാഗമർപ്പിക്കുന്നതായിരിക്കുന്ന പുരോഹിതന്റെയും ആവശ്യം എന്ത് എന്ന് ഞാൻ ചിന്തിപ്പാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. വാസ്തവത്തിൽ യാഗപീഠം ഇല്ല, യാഗപീഠത്തിൽ യാഗമർപ്പിക്കുന്ന പുരോഹിതനും ഇല്ല എന്ന് ഈ എബ്രായ ലേഖനം വായിച്ച് ചിന്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോധ്യമാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യാഗം ഇല്ല എങ്കിൽ യാഗം അർപ്പിക്കുന്നതായിരിക്കുന്ന ശുശ്രൂഷകന്റെയും അല്ലെങ്കിൽ പുരോഹിതന്റെയും ആവശ്യമില്ല. തുടർന്ന് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തില് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 9 മുതൽ 14 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. ഏതാണ് നീക്കം ചെയ്തതായിരിക്കുന്ന ഒന്നാമത്തേത്? അത് പഴയ നിയമ സഭയാകുന്ന യഹൂദ സഭയാണ്. അഹരോന്യ പൗരോഹിത്യ ശുശ്രൂഷകളും യാഗങ്ങളും ബലികളും ഉത്സവങ്ങളും പെരുന്നാളുകളുമാണ് എന്ന് ആ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോധ്യമാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം സ്ഥാപിച്ചതായിരിക്കുന്ന രണ്ടാമത്തേത് അത് കൃപായുഗമാണ്. അത് കൃപയിൽ കൂടി കൃപയാൽ ലഭിക്കുന്നതായിരിക്കുന്ന രക്ഷയാണ്. അത് വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. വിശ്വാസത്താൽ ഞാൻ രക്ഷ പ്രാപിപ്പാൻ തക്കണം ഇടയായി തീർന്നു. അപ്പോ ദൈവത്തിന്റെ സഭ യഹൂദ സഭയുടെ പിന്തുടർച്ചയായിട്ടാണ് ഓർത്തഡോക്സ് സമൂഹങ്ങളെല്ലാം ഒരു പരിധി വരെ വിശ്വസിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അവരുടെ ആരാധനയിലെ ചില ഗീതങ്ങളൊക്കെ നാം കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാകും. അഹ്റോന് മോശ പൗരോഹിത്യം കൊടുത്തു. അഹ്റോൻ അത് സ്കറിയാക്ക് നൽകി. സ്കറിയ അത് യോഹന്നാന് നൽകി. യോഹന്നാൻ യേശു കർത്താവ് നൽകി. യേശു കർത്താവ് അപ്പോസ്തലന്മാർക്കും അപ്പോസ്തലന്മാർ ജാതികൾക്കും പൗരോഹിത്യം നൽകി. അപ്പോ യഹൂദ സമുദായത്തിലെ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയാണ് ക്രിസ്തീയ സഭയിലെ പൗരോഹിത്യം എന്നുള്ളത് അവരുടെ ആരാധനയിലൂടെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ഈ വചനം, ഈ എബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായത്, അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തേതിനെ നീക്കം ചെയ്തു. ആ പൗരോഹിത്യ ശുശ്രൂഷകളെയും യാഗാർപ്പണങ്ങളെയും എന്നേക്കുമായി അവൻ നീക്കം ചെയ്തു. പിന്നീട് ദൈവത്തിന്റെ സഭ സ്ഥാപിക്കപ്പെടുന്നത് പെന്തക്കോസ്ത് നാളിലാണ് എന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വളരെ ശ്രദ്ധയോടുകൂടി അക്കാലങ്ങളിൽ നിരന്തരമായ ദൈവവചനം വായിക്കും, നോട്ടെടുക്കും, പിന്നെയും വായിക്കും. അങ്ങനെ വായിച്ചു വരുമ്പോൾ എനിക്ക് ബോധ്യമായത്, ഞാനായിരിക്കുന്ന പട്ടത്വം, ഞാനായിരിക്കുന്ന പൗരോഹിത്യം തെറ്റാണ് എന്ന് എനിക്ക് ഉത്തമമായിരിക്കുന്ന ബോധ്യം ലഭിപ്പാൻ ഇടയായി തീർന്നു. പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. ഈ ശുശ്രൂഷകൾ തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യവുമായി. അങ്ങനെ ഇരിക്കുന്നതായിരിക്കുന്ന ഒരവസരത്തില് ഞാനൊരു മെത്രാപ്പോലീത്തായുടെ എബ്രഹാം മാർസേവോരൂസ് അദ്ദേഹത്തിന്റെ അരമനയില് ഒരു കുറച്ച് നാളുകള് ആ ചുമതലകളൊക്കെ വഹിപ്പാനിടയായി. ആ അരമനയോടനുബന്ധിച്ച് വലിയ ഒരു റബ്ബർ തോട്ടമുണ്ട്. ഒരു ദിവസം ജോലിക്കാര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന അവസരം ഞാന് ഒരു റബ്ബർ മരത്തോട് ചേർന്ന് കുറച്ച് സമയം ഇരുന്നിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സമയത്ത് ഒരു സഹോദരി അതിലേ വന്നു. കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവരെ കണ്ടില്ല. അവരെന്നെ വിളിച്ചു. ഞാൻ കണ്ണു തുറന്നു നോക്കി. അവര് ഒരു ലഘുലേഖ എന്റെ നേരെ വെച്ച് നീട്ടിയിട്ട് അവരെന്നോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തിയതിൽ ക്ഷമിക്കണം, പ്രാർത്ഥന കഴിയുമ്പോൾ അച്ഛനിതൊന്ന് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. പരിചയപ്പെട്ടതു പോലുമില്ല. ആ സഹോദരി പോയി കഴിഞ്ഞപ്പോൾ തുടർന്ന് അല്പസമയം കൂടി പ്രാർത്ഥിച്ചു. ഞാന് അവര് തന്നതായിരിക്കുന്ന ആ ലഘുലേഖ ഞാൻ വായിക്കുവാനിടയായി. ലഘുലേഖയും അതോടനുബന്ധിച്ച് P.T. വർഗീസ് എന്ന് പറയുന്നതായിരിക്കും ദൈവദാസന്റേതായിരിക്കുന്ന ഒരു മെസ്സഞ്ചറും ഉണ്ടായിരുന്നു. അതിങ്ങനെ വായിച്ച് അവസാനം വരുമ്പോൾ ആരെനിക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കേണ്ടു എന്ന് ഏറ്റവും അവസാനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ച് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ അയച്ചാല് ഞാൻ പോകാം, എവിടെ നീ എന്നെ അയച്ചാലും ഞാൻ പോകാം എന്ന് ആ റബ്ബറിന്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അരമനയിൽ തിരിച്ചെത്തി. ഞാൻ മുറിയിൽ കടന്നു. ഞാൻ മുട്ടയിൽ നിന്നു. ദൈവസന്നിധിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. കർത്താവ് എന്നെ എവിടെ അയക്കുന്നു അവിടേക്ക് ഞാൻ പോകാമെന്ന് ഒരു തീരുമാനം എടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ തീരുമാനമെടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പൗരോഹിത്യവും അങ്ങനെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷകളും തെറ്റാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യമുണ്ടായപ്പോൾ പത്രോസിന്റെ ലേഖനം വായിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയതായിരിക്കുന്ന ഒരു ബോധ്യം. പത്രോസിന്റെ ലേഖനം 2:9-10 വാക്യങ്ങളില്, നിങ്ങളോ അന്ധകാരത്തിൽ എന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അത് വായിച്ച് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സന്ദർഭത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ധൈര്യപ്പെടുത്തി. വേർതിരിക്കപ്പെട്ടതായിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ സ്ഥാനത്ത് ദൈവസഭയിലുള്ളതായിരിക്കുന്ന എല്ലാവരും രാജകീയ പുരോഹിതന്മാരാണ് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടും ബോധ്യമാകുവാൻ തക്കമുണ്ടായിത്തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ ലഘുലേഖ വായിച്ചതിന് ശേഷം അതിൽ അവസാനം എഴുതിയിരിക്കുന്നു, ആരെ ഞാൻ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കണ്ടതായിരിക്കുന്ന അഡ്രസ്സിൽ ഞാൻ ഇങ്ങനെ എഴുതി, ഞാൻ ഇന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട ഒരാളാണ്, ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധനകൾ, ശുശ്രൂഷകള് ദൈവദിനപ്രകാരം തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? പക്ഷേ മറുപടി ഒന്നും വന്നില്ല. ഞാൻ ആ മറുപടിക്ക് വേണ്ടിയിട്ട് കുറെ കാലങ്ങൾ കാത്തിരുന്നു. മറുപടി ഒന്നും വരാതിരുന്നപ്പോൾ, എന്നാൽ തുടർന്നും യാക്കോബായ സമുദായത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോകാമെന്ന് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് ഇരിക്കുന്നതായിരിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ കുന്നംകുളം സിംഹാസന പള്ളിക്കാര് വീണ്ടും എന്നെ വികാരിയായിട്ട് നിയമിക്കണമെന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുവനസിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എനിക്ക് അതിൻ്റെ ഒരു കൽപ്പന അയച്ചുതരുവാനിടയായി. ഞാൻ ഒരു ദിവസം ഒരു തുണിക്കടയിലേക്ക് കടന്നുപോയി, ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടി. അത് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ കടയിൽ ചെന്ന്, ഈ അച്ഛന്മാരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7.5 മീറ്റർ തുണി വേണം. അപ്പോ പല തുണികൾ ഇങ്ങനെ മാറി വെള്ള തുണികളെല്ലാം നോക്കി കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാതുകളിൽ ആരോ ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ നീ തുണിയൊന്നും എടുക്കണ്ട, ഇപ്പോ നീ ലോഹയ്ക്കുള്ളതായിരിക്കുന്ന തുണി എടുക്കണ്ട. ഇതിങ്ങനെ പല ആവർത്തി എൻ്റെ കാതുകളിൽ. ഞാൻ എൻ്റെ സ്നേഹിതൻ ജോർജിനോട് പറഞ്ഞു, ജോർജെ, ഞാന് ലോഹയ്ക്കുള്ള തുണി എടുക്കുന്നില്ല, ഒരു കാര്യം ചെയ്യും, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ എടുത്തു. അത് ഒരു ബീന ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കടയാണ്. ഇന്നും ആ കട പെരുമ്പാവൂരുണ്ട്. അന്ന് അത് ദൈവശബ്ദമാണ് എന്ന് വ്യക്തമായ ബോധ്യമില്ല. പക്ഷേ അരുത്, വേണ്ട, ആ വിലക്കുകളെ ഞാൻ പൂർണ്ണമായി അനുസരിച്ചു. ഞാൻ തിരിച്ച് പള്ളിമേടയിൽ വന്ന് മുറി തുറന്നു നോക്കുമ്പോൾ 2 കത്തുകൾ കിടക്കുന്നു. ഒന്ന് ശ്രേഷ്ഠ ബാബ തിരുവനസ്, കുന്നംകുളം സിംഹാസന പള്ളിയിലേക്ക് അവരുടെ ആവശ്യപ്രകാരം എന്നെ വികാരിയായി നിയമിച്ചിരിക്കുന്നു. മറ്റൊന്ന് P.G. വർഗീസ് എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്നു, ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, 4 മാസം ഞാൻ അമേരിക്കയിലായിരുന്നു, അതുകൊണ്ടാണ് അച്ഛന് മറുപടി എഴുതാൻ വൈകിയത്, ക്ഷമിക്കണം, നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യാം, സുവിശേഷ വേല ചെയ്യാം. ഇതിലേതാ തിരഞ്ഞെടുക്കേണ്ടത് എനിക്കറിയില്ല. പതിവ് പോലെ ഞാൻ മുട്ടയിൽ നിന്നു. ദൈവത്തോട് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു പ്രേരണ കിട്ടി ദൈവം അതിനെടുത്ത് വായിക്കാൻ.
ഞാനങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെശയ്യാ പ്രവചനം വീണ്ടും എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകി തന്നു. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കണ, ഇസ്രായേലിലെ കാണാതെ പോയാലെ മടക്കി വരുത്തുന്ന എൻ്റെ ദാസനായിരിക്കുന്ന പോരാ. എൻ്റെ രക്ഷാ ഭൂമിയുടെ അറ്റത്തോടെ എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ആ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി ഞാൻ ഏതാ തിരഞ്ഞെടുക്കേണ്ടതെന്ന്. കുന്നംകുളം സിംഹാസനപ്പള്ളിയുടെ വികാരി എന്നുള്ളതായിരിക്കുന്ന ചുമതല സാധാരണ ഏത് വൈദികൻ ആഗ്രഹിച്ചു. അത്ര സൗകര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ തിരുവചനം എനിക്ക് വ്യക്തമായി ബോധ്യം നൽകി. ദൈവീയ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഞാൻ തെരഞ്ഞെടുത്തു സുവിശേഷ വേല. കുറച്ച് കഴിഞ്ഞ് ഞാൻ ശ്രേഷ്ഠ ബാബ തിരുമനസിനെ ഞാൻ പോയി കാണുവാനിടയാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു ശ്രേഷ്ഠ ബാബ, സ്വന്തം മകനെ പോലെ കരുതിയിരുന്ന ഒരു ബാബ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ബാബ, എനിക്ക് ഒരു കുറച്ചു കാലം സുവിശേഷ വേല ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമിനെ പരിചയപ്പെടാൻ ഇടയായി. അവരോടൊപ്പം കുറച്ചു കാലം ഞാൻ സുവിശേഷ വേല ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ലീവ് വേണമെന്ന് അദ്ദേഹത്തോട് ആവശ്യം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു വൈദികന്മാര് വളരെ കുറവാണ്. അപ്പോൾ താൻ ഇപ്പോൾ ആയിരിക്കുന്ന 2 പള്ളിയുണ്ട്, കുന്നംകുളം സിംഹാസന പള്ളിയുണ്ട്. അവിടെയൊക്കെ വൈദികന്മാരുടെ ആവശ്യങ്ങൾ വരും. അതുകൊണ്ട് അവധി തരാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ലീവിന് വന്നതായിരിക്കുന്ന ഒരു വൈദികൻ ഞാനും ബാബായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം, ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഇദ്ദേഹം ലീവ് കഴിഞ്ഞ് വന്നിരിക്കുകയല്ലേ, അദ്ദേഹത്തെ എന്ന് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ദൈവം ഒരുക്കിയതായിരിക്കുന്ന വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ബാബായ്ക്ക് ഒരു അപേക്ഷ ഞാൻ എഴുതി കൊടുത്തു. ആ അപേക്ഷയ്ക്ക് ബാബ എനിക്ക് 3 മാസത്തെ ലീവ് അനുവദിച്ചു. ഞാൻ സത്യമായിട്ടും തുറന്നു പറഞ്ഞു, ഞാൻ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ഒരു ടീമിനോടൊപ്പം പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന്. അപ്പോഴേ എനിക്ക് ബോധ്യമായ ഒരു കാര്യം, ബീന ടെക്സ്റ്റൈൽസിൽ വെച്ച് എൻ്റെ കാതുകളിൽ ആരാണ് പറഞ്ഞത്, ഇപ്പോൾ അരുത്, നീ ലോഹയ്ക്ക് കുപ്പായി തുണി എടുക്കണ്ട, ലോഹയ്ക്ക് നീ തുണി എടുക്കണ്ട എന്ന് പറഞ്ഞത് ആരാണ് എന്ന് എനിക്ക് ബോധ്യമാണ്. തിരുവചനത്തിൽ ഇങ്ങനെയുണ്ട്, സകല സത്യത്തിലും വഴി നടക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ പി ജി വർഗീസിന് വീണ്ടും കത്തെഴുതി. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, അവരുടെ സെക്രട്ടറി MI ഈപ്പൻ നാട്ടിൽ വരുന്നുണ്ട്, പോയി കാണണമെന്ന്. അതിനുശേഷം അദ്ദേഹം പി ജി വർഗീസ് നേരിട്ട് ഇടയാറുമുള്ള ഒരു മീറ്റിങ്ങിന് വരുന്നുണ്ട്, പറ്റുമെങ്കിൽ തമ്മിൽ കാണണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന, എനിക്ക് മുമ്പ് സ്നാനപ്പെട്ടതായിരിക്കുന്ന ആ ബേബി എന്ന് പറയുന്ന സഹോദരനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാസ്റ്ററെ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ, ബേബിയോടൊപ്പം ആ പാസ്റ്ററെ പരിചയപ്പെടുവാനായി കടന്നു ചെല്ലുമ്പോൾ, ഒരു 3-4 സഹോദരന്മാരും പാസ്റ്ററും വട്ടം കൂടിയിരുന്ന് അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ ഭാഷയിൽ അവരിടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ അടുത്ത് ഞാൻ ഇരുന്നത് അവരാരും അറിഞ്ഞത് പോലില്ല. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വൈദികന്റെ ഔദ്യോഗികമായിരിക്കുന്ന വേഷത്തിലിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ ഭാഷ എന്നോട് ചോദിച്ചു, ബൈബിൾ സൊസൈറ്റിന്ന് വന്നതാണ്? ഞാൻ പറഞ്ഞല്ല, ഞാൻ സംശയം ചോദിക്കാൻ വന്നതാണ്, ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. അദ്ദേഹത്തിന്റെ പേര് ജോർജ് എന്നായി. അദ്ദേഹം പെരുമ്പാവൂർ 1-ാം മൈൽ സഭയുടെ ഭാഷയായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ സഹോദരന്മാരെല്ലാം പിരിഞ്ഞു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ജോർജ് ഭാഷയോട് എൻ്റെ ചില അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുവാനിടയായി. എനിക്ക് നിരണത്തുള്ളതായിരിക്കുന്ന MI ഈപ്പനെ കാണുവാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ തനിച്ചു പോകാനായിട്ട് തീരുമാനം എടുത്ത് ഇരിക്കുമ്പോൾ ഈ ജോർജ് പാസ്റ്ററിനോട് പറഞ്ഞു, അച്ഛൻ തനിച്ചു പോകേണ്ട, ഞാനും കൂടെ വരാം. അങ്ങനെ അദ്ദേഹവും ഞാൻ ഒരുമിച്ച് തിരുവല്ലായിലെത്തി. അതിനുശേഷം നിരണത്തെത്തുവാനിടയായി. നിരണത്തെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ MI ഈപ്പൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ പോയി. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നിരണത്ത് നിന്ന് തിരുവല്ലായിൽ വന്ന് ഒരു ലോഡ്ജിൽ മുറിയെടുക്കാൻ പോകുമ്പോൾ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ജോർജ് പാസ്റ്ററിനോട് വന്നു, അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ കുറച്ച് അകലെ താമസിക്കുന്നുണ്ട്, അവിടെ പോയി നമുക്ക് വിശ്രമിച്ചിട്ട് രാവിലെ MI ഈപ്പനെ പോയി കാണും. അദ്ദേഹം പാസ്റ്ററാണെന്ന് എന്നോട് പറഞ്ഞില്ല. ഒരു സഭാ ഹോളിനോട് അനുബന്ധിച്ചുള്ളതായിരിക്കുന്ന പാഴ്സനേജിലേക്കാണ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എത്തി രാത്രി ഒരു 10 മണിയാകുമ്പോൾ
അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്, അച്ഛന് വേണമെങ്കിൽ മുറിയിൽ വിശ്രമിക്കാം, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ അവരുടെ പ്രാർത്ഥന ഞാൻ പങ്കെടുക്കുവാൻ ഇടയായി. അങ്ങനെ മാറി മാറി അവർ പ്രാർത്ഥിച്ചു, പാട്ടുപാടിക്കൊണ്ടൊക്കെ ഇരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഏകദേശം രാത്രി ഒരു 2 മണിയൊക്കെ കഴിഞ്ഞു കാണും. ജോസഫ് എബ്രഹാം എന്ന് പറയുന്നതായിരിക്കുന്ന ആ ദൈവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാനായിട്ട് തുടങ്ങി. ഞാൻ കണ്ണടച്ചിങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. വളരെ വിശാലമായിരിക്കുന്ന ചിറ പോലുള്ളതായിരിക്കുന്ന ഒരു ജലാശയം. ആ ജലാശയത്തിൽ ഞാൻ നിൽക്കുന്നു, മറ്റൊരാൾ എന്നോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ അദ്ദേഹം ആ ജലാശയത്തിൽ മുക്കുന്നത് ഞാൻ കാണുവാനിടയായി. ദൈവാത്മാവ് ശക്തമായി എന്നോട് ഇടപെടുവാനിടയായി. ഞാൻ ഉറക്കെ പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം. എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കും അറിയത്തില്ല. അവരുടെ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഞാൻ വാച്ച് നോക്കുമ്പോൾ 2:30 ആയിട്ടുണ്ട്. ഈ ജോസഫ് എബ്രഹാം എന്നോട് ചോദിച്ചു, എന്താണ് അച്ഛൻ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കെ സ്നാനപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു. ദൈവം നൽകി തന്ന 2ാമത്തെ ദർശനമാണത്. അങ്ങനെ ഞാൻ ആ കാര്യങ്ങൾ വിവരിച്ചു. അപ്പോഴും അദ്ദേഹം പാഷാണെന്ന് എന്നോട് പറയുന്നില്ല, എന്നാൽ ഞാൻ സ്നാനപ്പെടുത്താമെന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇനിയും ധാരാളം ദർശനങ്ങൾ, വെളിപ്പാടുകളെല്ലാം ദൈവം നൽകി തരുവാൻ തക്കമുണ്ടായിത്തീരും. നൽകി തരുന്ന ഓരോ ദർശനങ്ങളും ഞാൻ അനുസരിച്ചുകൊണ്ടിരുന്നു. വചനം നൽകി തന്ന വെളിപ്പാടുകൾ ഞാൻ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ പിറ്റേ ഈ ദർശനം കഴിഞ്ഞ് രാത്രിയിലെ വിശ്രമം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈപ്പനെ പോയി കണ്ടു. അതിനുശേഷം ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ, ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ PG വർഗീസയുടെ ആറന്മുള ഒന്നും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു രാത്രിയിൽ. ഈ കുപ്പായവും സ്ഥാനവും പൊസിഷനുകളും എല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവോ? എന്താണ് സുവിശേഷ വേല എനിക്കറിയില്ല, എങ്ങനെയാണ് അതും എനിക്കറിയില്ല. ഇതൊന്നും അറിയാതിരിക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സകലവും എനിക്ക് വേണ്ടി വിട്ട്, മഹിമ വിട്ട്, ദൈവിക മഹത്വം വിട്ട് എന്നെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന കർത്താവിന് വേണ്ടി സകലവും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ആ രാത്രിയില് അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പെറ്റുനിന്ന് പിരിയുവാനിടയാൻ. സ്നാനപ്പെടുവാനുള്ളതായിരിക്കുന്ന ബോധ്യം ലഭിച്ചു. സുവിശേഷ വേല അറിയിക്കണമെന്നുള്ളതായിരിക്കുന്ന ബോധ്യം ലഭിച്ചു. അതാത് സമയങ്ങളിൽ ദൈവം തൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് എനിക്ക് നൽകി തരുവാനിടയാൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുവനസ് എനിക്ക് ലീവ് എഴുതി തന്നു. ഞാൻ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന കാക്കൂർ സെന്റ് മേരീസ് പള്ളിയിൽ ഏറ്റവും അവസാനമായി കുർബാന തെറ്റാണ് എന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നിട്ടും അത് അർപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അത് അർപ്പിച്ചു. ആ പള്ളിക്കാരോട് യാത്ര പറഞ്ഞു. എന്നെ വളരെ സ്നേഹിച്ചിരുന്ന ആ ഇടവക്കാര് ഞാനിപ്പോഴും ഓർക്കുന്നു. യാത്രയൊക്കെ കഴിഞ്ഞിട്ടും പള്ളിയിൽ നിന്ന് ആൾക്കാർ പിരിഞ്ഞു പോകാതെ നിന്നത്. എത്രയോ മണിക്കൂറുകൾ സമയം അവര് എൻ്റെ ചുറ്റുമായി നിന്നു. എത്ര സ്നേഹം! പക്ഷേ കാൽവറിയിലേക്ക് നോക്കിയപ്പോൾ ആ സ്നേഹത്തെക്കാൾ വലുതായി. ആയിരത്തി 1989 ഓഗസ്റ്റ് മാസം 6-ാം തീയതി അവസാനമായി കുർബാന അർപ്പിച്ചു. പള്ളിക്കാരോട് യാത്ര പറഞ്ഞു. 7-ാം തീയതി വടക്കേ ഇന്ത്യയിലെ ഡൽഹിയിലേക്ക് ഞാൻ യാത്ര തിരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഡൽഹി പള്ളിയുടെ വികാരിയായിരുന്നു. ഒത്തിരി പിള്ളേരെ ഞാൻ പഠിപ്പിച്ച് ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. പലർക്കും ഞാൻ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ഡൽഹിയിലുണ്ട്.
ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോയി ജോലിയിൽ എത്തിച്ചതായിരിക്കുന്ന ചില സഹോദരന്മാരുടെ ഞാൻ പോയി കണ്ടു. അവരെന്നോട് ചോദിച്ചു, എന്തിനാ വന്നത്, എവിടെയാ താമസം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ PG വർഗീസ് എന്ന് പറയുന്നു. അപ്പൊ PG വർഗീസ് അറിയപ്പെടുന്ന ആളാണല്ലോ, അപ്പൊ പെന്തക്കോസ്തുകാരോട് ചേരാനാ നിൽക്കുന്നതല്ലേ? ഞാൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. 4 സഹോദരന്മാർ, അതിൽ 2 പേരെയും പഠിപ്പിച്ചതും ഡൽഹിയിൽ എത്തിച്ച് ജോലിയിലാക്കിയതും എൻ്റെ കൂടെ വർഷങ്ങൾ താമസിപ്പിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. അവരെന്നോട് പറയാറുണ്ട്, അപ്പനും അമ്മയുമാണ് ഞാൻ അവർക്ക്. പക്ഷേ അവരെന്നെ വളഞ്ഞു നിന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഞാൻ മറക്കില്ല. യാക്കോബായ സമുദായത്തെ വഞ്ചിച്ച് ഞങ്ങളെയും ചതിച്ച് രക്ഷപ്പെടാമെന്നാണോ താൻ വിചാരിച്ചത്? തൻ്റെ ഡെഡ് ബോഡി അനാഥപ്രേതമായി ഡൽഹി റെയിൽപാളത്തിലുണ്ടായിരിക്കും. പെട്ടെന്ന് എനിക്കൊരു ധൈര്യം തോന്നി. ഞാൻ മാറി നിൽക്കടാ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. ഏതാണ്ട് 1.5 മണിക്കൂർ സമയം അവരെന്നെ ചോദ്യം ചെയ്തു. അപ്പോൾ യാക്കോബായ സമുദായത്തിന്റെ സ്നേഹവും ബഹുമാനവും ആദരവും എത്രത്തോളം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പനും അമ്മയും എന്ന് ഒരുപോലെ എന്നെ കരുതി 3.5 വർഷക്കാലം എൻ്റെ കൂടെ നിന്നവര്, ഞാൻ പഠിപ്പിച്ച് ജോലിയിൽ എത്തിച്ചവര് എനിക്കെതിരെ കരം ഉയർത്തിയപ്പോൾ എനിക്ക് ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എതിർപ്പുകൾ എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എതിർപ്പുകൾ ഞാൻ ആദ്യമായി അനുഭവിപ്പാൻ തുടങ്ങി. വെല്ലുവിളികൾ ഉണ്ടാകുവാനായി തുടങ്ങി. ഞാൻ തിരിച്ച് PG വർഗീസിന്റെ അടുക്കൽ വന്നിട്ട് ഉണ്ടായ സംഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡൽഹിയിൽ ഇനി അധികം നിൽക്കണ്ട, പഞ്ചാബിൽ പട്ടാൻകോട്ടേക്ക് പോകാം, അവിടെ MI ഈപ്പനുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അതിരാവിലെ സമയത്തുള്ളതായിരിക്കുന്ന ബസ്സിൽ ഞാൻ യാത്ര ചെയ്ത് പോകുവാനിടയായി. അങ്ങനെ ഞാൻ യാത്ര ചെയ്തു പോയി. അവിടെ എത്തിയപ്പോൾ MI ഈപ്പനോട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടാം. അദ്ദേഹം പറഞ്ഞു, കുറച്ച് കഴിയട്ടെ, ഞങ്ങളുടെ ആനുവൽ കൺവെൻഷൻ വരുന്നുണ്ട്, അന്നേരം നടത്താമെന്ന്. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിനി താമസിക്കാൻ പറ്റത്തില്ല, എനിക്ക് സ്നാനപ്പെട്ടേ മതിയാകും. 1989 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് വളരെ ചുരുക്കം ആൾക്കാരും മാത്രമേ അവിടെ ആരാധനയ്ക്കുണ്ടായിരുന്നു. അവിടെ സ്നാനത്തൊട്ടിയുണ്ട്. MI ഈപ്പൻ എന്ന് പറയുന്ന കർത്തൃദാസന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ എനിക്കിടയായി. വിശ്വാസ സ്നാനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ശുശ്രൂഷ കാണുന്നത്. അപ്പൊ ഞാൻ MI ഈപ്പനോട് പറഞ്ഞു, ഇതുവരെ ഞാൻ കാണാത്തതാണ്, അതുകൊണ്ട് എങ്ങനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹമൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസിന് എനിക്ക് ദൈവദിനത്തിൽ നിന്ന് വെളിപ്പെട്ടതായിരിക്കുന്ന ദൈവിക സത്യങ്ങളും പൗരോഹിത്യത്തിന്റെ കാര്യങ്ങളും ആരാധനയെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച്, മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ആ കർമാനുഷ്ഠാനങ്ങൾ, പിന്നെ കുംഭസാരം എന്ന് പറയുന്ന കൂദാശ, ഈ കാര്യങ്ങളൊക്കെ ദൈവവചനം എഴുതി അദ്ദേഹത്തിന് നീണ്ടതായിരിക്കുന്ന ഒരു കത്ത് രജിസ്റ്റർ ചെയ്ത് എഴുതിയിട്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ആവശ്യപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. ശ്രേഷ്ഠഭാവ, ലക്ഷക്കണക്കിന് ജനങ്ങൾ അങ്ങയുടെ കീഴിലുണ്ട്. ഈ ജനത്തെ വഞ്ചിക്കരുത്. ഈ സത്യം, വചനത്തിന്റെ സത്യം ഈ ജനത്തോട് പറഞ്ഞ് ജനത്തെ സത്യവചനത്തിലേക്ക് നയിപ്പാൻ ഇടയാകണം. തെറ്റായതായിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഇനി ഞാൻ ഒരിക്കലും മടങ്ങി വരികയില്ല. യാക്കോബായ സമുദായത്തിലേക്കും ഞാൻ ഇനി മടങ്ങി വരികയില്ല. എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കത്തുകൾ എഴുതി. അപ്പോഴേക്ക് അതിഭയങ്കരമായിരിക്കുന്ന എതിർപ്പ്. ഞങ്ങളുടെ വടക്കൻ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ കോട്ടയത്തിന് വടക്കോട്ട്, അതുവരെയും എൻ്റെ അറിവിൽ ഒരു വൈദികന് സ്നാനപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അറിയപ്പെടുന്ന ഒരു കുടുംബം, ഒത്തിരി വൈദികന്മാരുള്ള കുടുംബം. എൻ്റെ എല്ലാ ചാർച്ചയിലും വൈദികന്മാരുണ്ട്. എൻ്റെ ചാർച്ചയിൽപ്പെട്ടതാണ് തോമസ് മാർ ദിവന്യാസോസ് മെത്രാപ്പോലീത്ത. എൻ്റെ മാവിയുടെ അനുജനാണ് അദ്ദേഹം. വേറെയും മെത്രാച്ചന്മാര്. അപ്പോൾ വൈദിക പാരമ്പര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഉണ്ടായ എതിർപ്പുകൾ എന്താണ് എന്ന് വാക്കുകൾ കൊണ്ട് ഇവിടെ വിവരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഞാൻ വടക്കേ ഇന്ത്യയിൽ ഒരു വർഷക്കാലം നിൽപ്പാനിടയായി. ആ സമയത്ത് ഞാൻ മദ്രാസിൽ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നതായിരിക്കുന്ന കോഴ്സിന് ചേർന്നു.
ഒരു 6 മാസം. അതിനുശേഷം ഹിമാലയ പർവ്വതങ്ങളിലും മധ്യപ്രദേശിലും പഞ്ചാബിലും മഹാരാഷ്ട്രയിലൊക്കെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ, സുവിശേഷ വേല PG വർഗീസിൻ്റെ ആ ഗ്രൂപ്പിൽ ചേർന്ന് നടത്തുവാനിടയായി. അങ്ങനെ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച ഞാൻ ഇന്നത്തെ റായ്പൂരിനടുത്തുള്ളതായിരിക്കുന്ന ടാറ്റി ബന്ദിൽ ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. കുറെ പേര് മുൻപോട്ട് വരുവാൻ ദൈവം ഇടയാക്കി. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തിൽ ഞാൻ കേരളത്തിൽ കുമ്പനാട്ട് മടങ്ങി വന്നു. ഞാൻ ആ കുമ്പനാട്ടുള്ളതായിരിക്കുന്ന എബ്രോൺ ബൈബിൾ കോളേജിൽ ചേർന്ന് ഞാൻ ബൈബിൾ പഠിക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് 2 മക്കളെ ദൈവം ദാനമായി നൽകി തന്നു. ഒരു മിനിറ്റ് ദേവദാസനെ, ഈ സമയത്ത് ഇങ്ങനെ പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വേറെ വല്ലതും ഉണ്ടായോ? യാക്കോബായ സമുദായത്തിൽ നിന്നും അങ്ങനെ ഭവനത്തിൽ നിന്നൊക്കെ അതിശക്തമായിരിക്കുന്ന എതിർപ്പുകൾ എൻ്റെ കുടുംബക്കാരെ തീരുമാനിച്ചു. വൈദികന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ കുടുംബങ്ങളിൽ, ഐക്യക്കുടി കുടുംബങ്ങളിൽ നടക്കുന്നതായിരിക്കുന്ന ഒരു കാര്യവും ഞാൻ അറിയാൻ പാടില്ല. എന്നെ ഒന്നിലും പങ്കെടുപ്പിക്കരുത്. ഐക്യക്കുടി കുടുംബങ്ങളിലൊന്നും എന്നെ കയറ്റരുത്. അനേക വർഷങ്ങൾ വീടുകളിൽ പോകാൻ എനിക്ക് കഴിയാതെ പോയി. എൻ്റെ സ്വന്തം സഹോദരി പെരുമ്പാവൂർ ടൗണിലാണ് സഹോദരിയുടെ വീട്. സഹോദരി മരിച്ചു. അവരെടുത്തിരുന്ന തീരുമാനം എന്നെ അറിയിക്കരുതെന്നുള്ള. ഞാൻ സ്നാനപ്പെട്ട 7.5 വർഷം കഴിയുമ്പോഴാണ് സഹോദരി മരിച്ചു. 15 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ സഹോദരി മരിച്ചു. ഏതാണ്ട് 2-3 മാസം കഴിയുമ്പോൾ എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് എൻ്റെ അളിയൻ മരിച്ചു. 40 ദിവസം കഴിഞ്ഞ് അടിയന്തരം നടത്തുമ്പോൾ അതിൽ പങ്കെടുത്തതായിരിക്കുന്ന ഒരാൾ എഴുതിയ കത്തിലൂടെ ഞാൻ അറിയുന്നത് എൻ്റെ അളിയൻ മരിച്ചു. ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ ഗോങ്ങയ്ക്ക് കയറി പിടിച്ചു. എന്നെ വല്ലാതെ ഇടിച്ചു. കുറച്ച് ഇടി കൊണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ വെറുതെ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ പാട്ട് പൊട്ടി സ്വീകരിച്ചവരുണ്ട്. എനിക്കെതിരെ നോട്ടീസുകൾ പ്രചരിപ്പിച്ചവരുണ്ട്. കള്ളൻ എന്ന് മുദ്ര കുത്തിയവരുണ്ട്. അങ്ങനെ ശിക്ഷയെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒത്തിരി പ്രാവശ്യം കല്ലേറുണ്ടായിട്ടുണ്ട്. അടക്കം കത്തിച്ച് എൻ്റെ നേരെ എറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയാണോ? കേരളത്തിൽ. അങ്ങനെ അത് പാകം അവിടെ നിൽക്കട്ടെ. അപ്പോ സ്വന്തം സഹോദരിയുടെ മരണം അറിയിക്കാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജനം എന്നെ എത്രത്തോളം വെറുക്കുന്നുണ്ട്, എത്രത്തോളം എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്ന്. അത് എനിക്ക് എന്നെ വല്ലാതെ വേദനപ്പെടുത്തിയ ഒരു അനുഭവം. എൻ്റെ സഹോദരന്മാരുടെ മക്കളുടെ ഒന്നും വിവാഹത്തിൽ എന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല. ഞാൻ സ്നാനപ്പെട്ട് ഏതാണ്ട് 10 കൊല്ലം കഴിയുമ്പോഴാണെന്ന് എൻ്റെ ഓർമ്മ. ജ്യേഷ്ഠ സഹോദരൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ അങ്ങോട്ടേക്ക് പോയതല്ല, വേറൊരിടത്ത് പോയതാണ്. അപ്പോൾ ഞാൻ ചെന്നതായിരിക്കുന്ന സ്ഥലത്തുള്ളവർക്ക് മനസ്സിലായി എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് അതാണ്. അവരെന്നോട് പറഞ്ഞു, ജ്യേഷ്ഠൻ ഇവിടെ ബാല്യം വന്നാലേ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു, പോയാൽ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല, എങ്കിലും പോകാം. അവിടെ ചെന്നു, ഗേറ്റിങ്കിൽ നിന്നു. പല പ്രാവശ്യം വിളിച്ചു. അവരുടെ പട്ടിയെ അവരഴിച്ചു വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകാതിരുന്നപ്പോൾ വാതിൽ തുറന്നു വന്ന ചേച്ചിയും അമ്മയും മകളും കൂടെ ചോദിച്ചിട്ട്, ശപിക്കപ്പെട്ടവനെ, നീ ഇനിയും പോകുന്നില്ലേ? ഈ വാതിൽ, ഈ ഗേറ്റ് നിനക്ക് വേണ്ടി ഇനി ഒരിക്കലും തുറക്കില്ല. അതായിരുന്നു എൻ്റെ അനുഭവം. എന്നെ കൊല്ലാൻ ശ്രമിച്ചവരുണ്ട്. അതൊക്കെ പോകട്ടെ, ക്രിസ്തുവിന് വേണ്ടി. അങ്ങനെയുള്ളതായിരിക്കുന്ന പീഡനങ്ങൾ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഒക്കെ ഉണ്ടായി. 1995 അവസാനം യാതൊരു പ്രവർത്തനമില്ലാതിരിക്കുന്നതായിരിക്കുന്ന ഒരു പ്രദേശത്ത് പോയി പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവം സഹായിച്ചു. അങ്കമാലിക്കടുത്ത് പലരും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും അവിടെ ഒരു സഭ ഉണ്ടാകുവാനും ദൈവം ഇടയാക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പാലക്കാട്ട് 2 സഭകളുടെ ചുമതലകൾ വഹിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചു. ഇപ്പോൾ 6 വർഷമായിട്ട് 5 വർഷം കഴിഞ്ഞു ഞാൻ ബാംഗ്ലൂര്
ഉള്ളതായിരിക്കുന്ന ഒരു സഭയോടുള്ള ബന്ധത്തിൽ വില്ലേജുകളിൽ വർക്ക് ചെയ്യുകയും ആ സഭയുടെ ചുമതല വഹിച്ചു പോരുകയും ചെയ്യുകയാണ്. ഇവിടെ ബാംഗ്ലൂർ JP നഗറിലെ ബുബ്ലാല AG ഹോറേബ് ചർച്ചിന്റെ ശുശ്രൂഷയിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ദേവദാസ്? എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. മകള് മൂന്നാറിനടുത്താണ് താമസിക്കുന്ന കുടുംബമായി. എൻ്റെ മകൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഒരു കൊല്ലം നാട്ടിൽ ജോലി ചെയ്തു. അതിനുശേഷം അവൻ കാനഡയിൽ ഉപരിപഠനത്തിന് പോയി. 2 വർഷത്തെ പഠനത്തിന് ശേഷം അവന് കാനഡയിൽ ജോലി ലഭിച്ചു. 5 വർഷമായിട്ട് മകൻ ഇപ്പോൾ കാനഡയിലാണ്. എൻ്റെ ഭാര്യ ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് നിത്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി. 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ബാംഗ്ലൂരുള്ളതായിരിക്കുന്ന AG ഹോറേബ് ചർച്ചിലെ ദേവദാസൻ 13 വർഷങ്ങൾക്ക് മുമ്പ് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. ആ ദേവദാസിയെ ആയി എൻ്റെ വിവാഹം നടക്കുവാനിടയായി. ആ ദേവദാസിയുടെ പേര് ലിസി എന്നാണ്. ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 6 വർഷത്തോളം ആകുന്നു ഇവിടെ ഉള്ളതായിരിക്കുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ലിസിക്ക് 3 മക്കളാണ്, പെൺമക്കളാണ്. 2 പേരുടെ വിവാഹം കഴിഞ്ഞു, ഒരാള് പഠനം കഴിഞ്ഞ് വീട്ടിലായിരിക്കുന്നു. ആമേൻ. ഓക്കെ പാസ്റ്റർ, ഇപ്പൊ ഈ വീട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? നമ്മളോട് സഹകരിക്കുകയോ എല്ലാം ചെയ്യുമോ? ഇപ്പൊ ഇപ്പോ 10-12 വർഷമായിട്ട് വീട്ടുകാരൊക്കെ വളരെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പിതാവ് എന്നെ ഉപദ്രവിച്ച കാര്യം. എന്നാൽ തനിക്ക് ഒരു 94 വയസ്സ് പ്രായമുള്ളപ്പോൾ ഏകദേശം ഒരു ദിവസം ഞാൻ എൻ്റെ തറവാട്ട് വീട്ടിൽ ചെന്നു. എന്നോട് എൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞ ഓർക്കുന്നു, മോനെ ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ പിതാവിന് സമാധാനത്തിന് ഒരു പ്രശ്നവുമില്ല. കാരണം മക്കളെല്ലാം നല്ല നിലയിലാണ്, സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുമില്ല. മക്കളെല്ലാം പിതാവിനെ വളരെ നന്നായി നോക്കുന്നവരുമാണ്. പക്ഷെ എൻ്റെ പിതാവ് എന്നോട് പറയാ 94 വയസ്സ് കഴിഞ്ഞു, ഒരു സ്വസ്ഥതയുമില്ല, സമാധാനമില്ല. മോന്റെ സുവിശേഷം കുറച്ച് പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുക്ക ചേർന്നിരിക്കുമ്പോൾ എൻ്റെ അമ്മയും വന്നിരുന്നു, എൻ്റെ അനുജനും അനുജത്തിയും വന്നു നിന്നു. ഞാൻ അവരോട് സുവിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ സമയം കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ 2 കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. എന്നോട് ചോദിച്ചു, മോനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശു കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കണം. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം, വിശുദ്ധീകരണം പ്രാപിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ പിതാവിനെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ അമ്മ ഏറ്റു പറഞ്ഞു, എൻ്റെ പിതാവ് ഏറ്റു പറഞ്ഞു, എൻ്റെ അനുജൻ ഏറ്റു പറഞ്ഞു, അനുജത്തി ഏറ്റു പറഞ്ഞു. അങ്ങനെ അവര് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. പക്ഷെ അവര് സ്നാനപ്പെട്ടില്ല. കാരണം ഞാൻ മാത്രമല്ലേ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളൂ, അതൊക്കെ എല്ലാവരും യാക്കോബായിലാണ്. അതുകൊണ്ട് അവര് സ്നാനപ്പെടാൻ ഇടയായില്ല. അങ്ങനെ ഒരു അനുഭവം ദൈവത്തിൻ്റെ കൃപയാൽ ഉണ്ടാകുവാനിടയായി. എന്നാൽ എൻ്റെ കസിൻസ് ഒത്തിരി പേര് ദൈവകൃപയിൽ കടന്നു വരുവാനും കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാനും പിന്നത്തേതിൽ ദൈവം ഇടയാക്കി. എൻ്റെ കുടുംബത്തിൽപ്പെട്ടതായ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരല്ലെങ്കിലും ഞങ്ങളുടെ ഐക്യരക്കുടി കുടുംബത്തിൽപ്പെട്ട ഒത്തിരി പേര് കർത്താവിൻ്റെ വേലയിൽ ഈ കാലങ്ങളിലായിട്ടുണ്ട്. ഒത്തിരി പേര് രക്ഷയുടെ അനുഭവത്തിൽ വന്നു. ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ 5 IPC സഭാ ഹാളുകളും 100 കണക്കിന് വിശ്വാസ കുടുംബങ്ങളെയും ദൈവം നൽകി തരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവം മാനിപ്പാനിടയായി ആ നിലകളിൽ ഞാൻ സ്നാനപ്പെട്ട് 1 വർഷം കഴിയുമ്പോൾ യാക്കോബായ സമുദായത്തിൽ നിന്ന് തൊടുപുഴ ആസ്ഥാനമാക്കിയുള്ളതായിരിക്കുന്ന ഒരു 5 വൈദികന്മാര് ഒരുമിച്ച് നേരേറ്റുപുറത്ത് KC ജോണിന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നു. അവരൊരു പ്രത്യേക സഭയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് എല്ലാ വർഷങ്ങളിലും തന്നെ വിവിധ സമുദായങ്ങളിൽ നിന്ന് വൈദികന്മാര് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വേർപെട്ടു വരുവാനൊക്കെ ദൈവം ഇടയാക്കി. അപ്പോൾ എൻ്റെ ജനത്തിന് ബോധ്യമായി
ഞാൻ തിരഞ്ഞെടുത്തതായിരിക്കുന്ന വഴി സത്യമാണ്, അത് ശരിയാണ് എന്ന് ബോധ്യമായി. ഇപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് വലിയ എതിർപ്പുകളൊന്നുമില്ല. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. വലിയ വലിയ പദവികളിലൊക്കെ ഇരുന്നു പിന്നെ കർത്താവിൻ്റെ വേല തിരഞ്ഞെടുക്കാൻ മോശയെ പോലെ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തതുപോലെ കർത്താവിൻ്റെ ദാസനത് തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ ഒരു വലിയ വേലക്കാരനാക്കി കർത്താവ് ഇന്ന് തീർത്തിരിക്കുന്നല്ലോ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നേടുവാനും കർത്താവ് ഇടയാക്കി തീരട്ടെ. ആ ഐക്യര കുടുംബത്തിൽ നിന്ന് ഇനിയും സഹോദരങ്ങളൊക്കെയും കർത്താവിനെ കണ്ടുമുട്ടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് പകൽക്കാലം അവിടെ നിന്ന് നടത്തിയതായിരിക്കുന്ന വിധങ്ങൾ ഓർക്കുവാൻ, അവിടെ നിന്ന് ഈ നിലയിലേക്ക്, ഈ അഭിഷേകത്തിന്റെ അനുഭവങ്ങളിലേക്ക്, ശുശ്രൂഷയുടെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം എളിയവനോട് കാണിച്ച മഹാകൃപയ്ക്കായി, കരുണയ്ക്കായി, ദയയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇതേപോലെ ഒരു പ്രോഗ്രാമിൽ ആദ്യമായി പങ്കെടുക്കുവാനും സാക്ഷ്യം പ്രസ്താവിപ്പാനും തക്കവണ്ണം ദൈവം അവസരം ഒരുക്കിയല്ലോ, അതിനായി സ്തോത്രം. കേൾവിക്കാരായിട്ടുള്ള ഇത് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് ധാരാളമായി അനുഗ്രഹിക്കണം, സഹായിക്കണമേ. ഈ TV ചാനലിന്റെ പ്രോഗ്രാം ക്രമീകരിച്ചതായിരിക്കുന്ന പ്രിയ സിസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു, തൻ്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു, തൻ്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിൽ ഇതുപോലുള്ളതായിരിക്കുന്ന അനേക പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സാമുദായത്തിലുള്ളതായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവര് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം അവിടെ ഇടയാക്കണം എന്ന് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, എൻ്റെ ദാസിക്കായി പിന്നെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി, സഭയായി അവിടെ നിന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണമേ. എളിവനെ തർക്കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസൻ